ഒരു ജോലി അല്ലെങ്കിൽ ഒരു ടൈം പാസ്സായിട്ട് ഒരു വരുമാന മാർഗമായിട്ട് ഇന്ന് ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. എന്നാൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എനിക്കറിയാവുന്ന ഒട്ടനവധി പേര് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുമ്പോഴും അല്ലാതെയും ഞാൻ അവരുമായിട്ട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ്. അഥർവവേദവും വാസ്തുശാസ്ത്രവും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷവും വാസ്തുവും കൈകാര്യം ചെയ്യുന്ന ശ്രീ അനിൽകുമാർ ശർമ്മ ABCയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. എന്താണ് ഈ അഥർവവേദവും വാസ്തുശാസ്ത്രവും തമ്മിലുള്ള കണക്ഷൻ? നമ്മൾ 4 വേദങ്ങളിൽ അഥർവവേദത്തിൽ സ്ഥാപത്യ വേദത്തിൽ വരുന്നതാണ് വാസ്തുശാസ്ത്രം. ഇത് കേരളത്തിൽ തച്ചുശാസ്ത്രം എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വാസ്തുശാസ്ത്രം ഇന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രപഞ്ചോൽപത്തി തന്നെ കാരണമാണ്. ഈ വിസ്ഫോടനം എന്ന് പറയുന്ന ആ പ്രപഞ്ചോൽപത്തി സമയത്ത് നമുക്ക് സൂര്യനും ചന്ദ്രനും എല്ലാ ഗ്രഹങ്ങളും ഇവിടെ ഉണ്ട്, ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ച ഒരു തീഗോളമാണ് ഭൂമി എന്ന് പറയാൻ സാധിക്കുന്നതിനുള്ള തെളിവുകളുമുണ്ട്. അപ്പോൾ ആ തീഗോളമാണ് ഇന്ന് ഭൂമി. ആ ഭൂമിയിൽ വസിക്കണമെങ്കിൽ അത് ഇന്ന് നമ്മൾ ഒരു നിയമം അനുശാസിക്കുന്നത് കണക്ക് തന്നെ വാസ്തുശാസ്ത്ര നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. ആ പാലിച്ച് നിർമ്മാണ പ്രക്രിയകൾ നടത്തുന്ന ഒരു വ്യക്തിക്കായാലും രാജ്യത്തിനായാലും ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ ഭാഗ്യങ്ങളും അതുപോലെ വികസനോന്മുഖമായ വിജയങ്ങളും നേടിത്തരുവാൻ കാലഘട്ടങ്ങൾ സാക്ഷിയാണ്. ഈ ചതുർവേദങ്ങളിൽ 4ാമത്തെ വേദമാണ് അഥർവവേദം. അപ്പോൾ ഈ യജുർവേദം, സമവേദം, അഥർവവേദം. ഈ അഥർവവേദവും വാസ്തുശാസ്ത്രവും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഓതൻറ്റിസിറ്റി എന്താണ് ഉള്ളത്? അപ്പോൾ നമ്മൾ ഭൂമിയിൽ ഈ വാസ്തുവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുമ്പോൾ പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പോൾ പ്രപഞ്ചത്തിലെ പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പോൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിൽ ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾ എങ്ങനെ സംശീകരിക്കുന്നു ഇത് കഴിയുന്നു, അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ചട്ടക്കൂടാണ് വാസ്തുശാസ്ത്രം. ആ ചട്ടക്കൂട് അപ്പം ഭൂമിയിൽ നിന്നും ജലവും അതുപോലെ തന്നെ വായു, അഗ്നി, ആകാശങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് തരുന്ന ഈ ഊർജത്തെ ക്രമീകരണം നടത്തുവാനും കൂടിയുള്ള ഒരു നിയമവശമാണ് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിലും കണക്ക് കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ സമയക്രമങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്കും കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ. അപ്പോൾ വാസ്തുവിലും അതിന് ചിട്ടപ്പെടുത്തിയ കണക്ക് പ്രകാരമുള്ള കണക്കറുതി, ആ കണക്കറുതി നോക്കി ഗ്രഹനിർമ്മാണ പ്രക്രിയ നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഉത്തമമായ വിജയവും സമ്പത്തും സമാധാനവും ആരോഗ്യവും ദീർഘായുസ്സും ലഭിക്കും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ വാസ്തു നോക്കുന്നതിന് വേണ്ടി താങ്കൾ ഉപയോഗിക്കുന്ന അൽഗോരിതം, അല്ലെങ്കിൽ താങ്കൾ എങ്ങനെയാണ് വാസ്തുശാസ്ത്രം, വാസ്തു കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണക്കുകൾ എന്ന് പറയുമ്പം ഒരു വ്യക്തിയുടെ സ്വാത്വികമായ കഴിവുണ്ട്, ശാസ്ത്രത്തിൽ നിന്നുള്ള കഴിവുണ്ട്, ആ സ്ഥലത്തിൻ്റെ കിടപ്പ് വശങ്ങൾ, ആ വീട് നിർമ്മിച്ചിരിക്കുന്ന വശങ്ങൾ, എങ്ങനെയാണ് ആ വീടിൻ്റെ നിർമ്മാണ പ്രക്രിയ, അതിൻ്റെ ദർശനം എങ്ങോട്ടാണ്, ഇതെല്ലാം നോക്കി ആ വാസ്തുവിനെ നമ്മൾ പരിശോധന നടത്തുന്നത്. ഈ പരിശോധന നടത്തുമ്പോൾ വാസ്തുദേവൻ എന്ന് പറയുമ്പോൾ ചതുരശ്രകരനാണ്. ഈ ചതുരശ്രകരനായി നിബദിച്ചു, അതായത് പതിച്ചു കിടക്കുന്നു എന്നാണ്. അപ്പോൾ ചതുരശ്രകരമായിട്ടുള്ള, അപ്പോൾ എപ്പോഴും ഇപ്പം നമ്മൾ വീട് നിർമ്മാണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ വൻകിടക്കാരായ കമ്പനികളും കൺസ്ട്രക്ഷനായാലും മേഖലകളിലും പരിശോധിച്ച് നോക്കുമ്പോൾ ഇസെറ്റ് മാതിരിയും അല്ലെങ്കിൽ അധിക ചിഹ്നം മാതിരി ഗുണനം മാതിരിയൊക്കെ ആയിരിക്കും മിക്ക ഫ്ലാറ്റുകളായാലും വീടുകളായാലും. അതായത് ഭൂമിയിൽ എങ്ങനെയാണോ ഭൂമി അവർക്ക് കിട്ടിയിരിക്കുന്ന ഭാഗം വെച്ച് കിട്ടിയിരിക്കുന്നത്, അതിൽ എന്തുമാത്രം മാക്സിമം വീട് വയ്ക്കാൻ പറ്റുമോ ആ രീതിയിലാണ് ഇന്നത്തെ ഗൃഹനിർമ്മാണ പ്രക്രിയ നടന്നുകൊണ്ട് പോകുന്നത്. അത് ഒരു പരിധി വരെ ശ്രദ്ധിക്കുവാനോ അത് നിയമം അനുശാസിക്കുവാനോ അല്ലെങ്കിൽ നിയമപ്രകാരം ചെയ്യുവാനോ ഇവിടുത്തെ ജനങ്ങളെ അനുവദിപ്പിക്കാതിരിക്കുവാനും ചില ചിത്രശക്തികൾ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്
ഇവിടുത്തെ വാസ്തു ദുരിതങ്ങൾ നമുക്ക് ഏറുന്നതെന്നും പറയാൻ കഴിയും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു വേഡിങ്ങാണ് വാസ്തുദോഷം. അതായത് പലരും പറയുന്നുണ്ട് ഓരോരുത്തരും സാധാരണ രീതിയിൽ അവരവരുടെ എന്താ പറയുക ജോലി ചെയ്തോ അല്ലെങ്കിൽ ലോൺ എടുത്തോ ചെയ്യുന്ന ഒരു വീട് വച്ചതിന് ശേഷം വീട് വയ്ക്കുന്നതിന് മുൻപ് തന്നെ നല്ലൊരു ജ്യോതിഷനെ കൺസൾട്ട് ചെയ്യുകയും അതിനുശേഷം വച്ചതിന് ശേഷം വേറൊരു ജ്യോതിഷം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു വാസ്തു കൺസൾട്ടൻ്റ് പറയുന്നു നിങ്ങൾക്ക് വാസ്തുദോഷമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് പ്രായോഗികമായിട്ട് മാറ്റാൻ പറ്റുക? ഈ വാസ്തുദോഷത്തെ എങ്ങനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മൾ ഈ ശാസ്ത്ര മേഖലകളിൽ ഈ അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതായത് ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേര് ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇത് കടന്നു വന്നിട്ടുള്ളതിൽ നല്ലവരും കാണും, അതല്ലാതെ അത് ഗുണപ്രദമല്ലാത്തവരും ഉണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. ഒരു ശാസ്ത്രത്തെ അതുപോലെ നമ്മൾ കടിച്ച പോലെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. അവൻ്റെ സത്വഗുണം, അവൻ്റെ ഗുണം പ്രധാനമാണ്, അവൻ്റെ ചിന്തകൾ പ്രധാനമാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റുകളിലായാലും ഗവൺമെൻറ്റിലായാലും ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും കൂടുതൽ റിട്ടയർ കഴിഞ്ഞാൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ടൈം പാസ്സായിട്ട് ഒരു വരുമാന മാർഗമായിട്ട് ഇന്ന് ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എനിക്കറിയാവുന്ന ഒട്ടനവധി പേര് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുമ്പോഴും അല്ലാതെയും ഞാൻ അവരുമായിട്ട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങളെന്താണ് സാർ ഈ ശാസ്ത്രം പഠിക്കാൻ വരാഞ്ഞ ഉണ്ടായ കാര്യം? അപ്പോൾ പറഞ്ഞു, അവർ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞ്, പെൻഷനൊക്കെ പറ്റുമ്പോഴേ നമുക്ക് എന്തെങ്കിലും വരുമാന മാർഗങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതിൽ നിന്നും ഒരു വരുമാനം പക്ഷേ കണ്ടെത്തിക്കോ. പക്ഷേ ഈ പഠിക്കാൻ വരുമ്പോഴും ഇതിനെ വിമർശിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇവർ പഠിക്കാൻ വരികയും. അപ്പോൾ ഈ ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുവാനും സർക്കാർ ഉദ്യോഗ തലത്തിൽ പ്രവർത്തിക്കുന്നവരും അതിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും വരുമാനത്തെ ഇതിലേക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ ടൈമുകളിൽ ഇത് പഠിക്കുകയും ആ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവരിത് ഉപാധിയായിട്ട് മാർഗങ്ങൾ വരുമ്പം ഇത് തെറ്റുവശങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്ന് ഞാൻ പറഞ്ഞ കാര്യം, ഒരു നിർമ്മാണ പ്രക്രിയ അറിയാവുന്ന ഒരു വ്യക്തിക്ക്, അതായത് ഒരു കെട്ടിട നിർമ്മാണം എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വാസ്തുശാസ്ത്രം ഒരിക്കലും ഒരു കഠിനമായ പ്രയത്നമല്ല. ഞാനും നിർമ്മാണ പ്രക്രിയയിൽ ഒട്ടനവധി കാലം പ്രവർത്തിച്ചിരുന്നത് കൊണ്ടും ഇന്ന് കേരളത്തിലെമ്പാടും ഏറ്റവും കൂടുതൽ പ്രശസ്തരായിട്ടുള്ള, ഒരു മണിക്കൂറിന് 10 അല്ലെങ്കിൽ ഈ സാർ പറഞ്ഞ കണക്ക് തന്നെ ഒട്ടനവധി ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമുണ്ട്. കാര്യം 10,000-ഉം 15,000-ഉം രൂപ വാങ്ങിച്ചു ഈ ശാസ്ത്രത്തെ അവഹേളിക്കുന്ന സ്വഭാവവും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നിർമ്മാണ പ്രക്രിയ അറിയാത്ത ഒരു വ്യക്തിയാണ് ഈ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ സാർ പറഞ്ഞതുപോലെയുള്ള ദുരാരോപണങ്ങളും പറ്റിപ്പെന്നാണ് ഇതിനെ പറയുന്ന പേര്. വാസ്തുശാസ്ത്രം എന്ന് കേൾക്കുമ്പം തന്നെ തുലവും നമ്മൾ ട്രെയിനിലായാലും ബസ്സിലായാലും 10 കൂട് വരുന്നിടത്തായാലും മറ്റ് ശാസ്ത്രങ്ങളെ കൊടുക്കുന്ന ഒരു അംഗീകാരം ഇന്ന് വാസ്തുശാസ്ത്രത്തിന് ലഭിക്കുന്നില്ല. എങ്കിൽ ഈ വ്യക്തികളുടെ പൂർവികരും അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിലുള്ള അമ്മമാർ, സ്ത്രീകൾ, അവർ അത്യധികം ഈ വാസ്തുശാസ്ത്രത്തെ ആശ്രയിക്കുന്നുണ്ടോ? ഞാൻ കേരളത്തിലെമ്പാടും തമിഴ്നാട്ടിൽ തക്കല ഇവിടങ്ങളിലെല്ലാം യാത്ര ചെയ്ത് വാസ്തുശാസ്ത്രത്തെ ഈ ഒരുപാട് പാകപ്പിഴകളുള്ള വീടുകളും അതുപോലെ ബിൽഡിങ്ങുകളും പ്രസ്ഥാനങ്ങളും അത് പരിശോധന നടത്തി കൃത്യമായ കറക്ഷൻസ് കണ്ടെത്തി കൃത്യമായ ഫലം അവർക്ക് നേടിക്കൊടുത്ത് അവർ ഇന്നും വിളിക്കുന്ന ഒട്ടനവധി ക്ലയൻറ്റുകളുണ്ട്. ഞാൻ പറയാൻ കാരണം അത്രത്തോളം അതിൻ്റെ ദൂഷ്യവശങ്ങൾ, അതിൻ്റെ മർമ്മം എവിടെയാണ്, മർമ്മത്ത് സ്തംഭം വന്നിട്ടുണ്ടോ, മർമ്മഭേദം വന്നിട്ടുണ്ടോ, സൂത്രഭേദം വന്നിട്ടുണ്ടോ, ശൂലഭേദം വന്നിട്ടുണ്ടോ, ഇതെല്ലാം സ്ഥാനത്താണോ? ഒരു വസ്തുവിൽ വീട് നിർമ്മാണ പ്രക്രിയ നടത്തിയപ്പോൾ അതിൻ്റെ ഭിത്തികൾ വന്നിരിക്കുന്നത് വാസ്തുഭവാൻ്റെ ഈ മർമ്മഭാഗങ്ങളിലാണോ എന്ന് ശ്രദ്ധിക്കാൻ ഉള്ള കഴിവ് ഇത് കൺസൾട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കാണണം. ഉണ്ടെങ്കിൽ സാർ പറഞ്ഞ കണക്ക് ആ തെറ്റ് കണ്ടെത്തി അതിനെ ചികിത്സ നടത്തിയാൽ പൂർണ്ണമായ ഫലം ലഭിക്കും.
ലഭിച്ചിട്ടുള്ള ഒട്ടനവധി പേരുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഞാൻ ഈ തമിഴ്നാട്ടിൽ തക്കലയിലൊരു വലിയ ഒരു ബാങ്ക് സ്ഥിതി ചെയ്യുകയാണ്. അതിൻ്റെ പകുതി സ്ഥലത്ത് SBI ബാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. പകുതി ഭാഗം ഒന്നും നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അവർക്ക് എന്തെങ്കിലും തുടങ്ങുമ്പം അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും വരും. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്നെ വിളിക്കുകയും ഞാൻ അവരോട് യാത്ര ചെയ്യുകയും ചെയ്ത് അവിടെ പോയപ്പോഴും ഞാനിതിൻ്റെ തെറ്റുവശങ്ങൾ കണ്ടുപിടിച്ച് കൃത്യം മർമ്മഭാഗങ്ങളിൽ ഇലക്ട്രിക് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, മലിനങ്ങളുണ്ടായിരുന്നു, ടാങ്കുകളുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി. അവർക്ക് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും മുക്തരാകുവാൻ നമ്മളെ ഈ കൺസൾട്ടേഷൻ കൊണ്ട് കഴിയും എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് പഞ്ചഭൂതങ്ങളെ എങ്ങനെ ക്രമീകരിക്കാൻ പറ്റും, അതനുസരിച്ച് വാസ്തുവിലൂടെ നമുക്ക് ഡെവലപ്പിംഗ് നേടാൻ പറ്റും. ഞാനൊരു കാര്യം പറയാറുണ്ട്, ഗജകേസരി യോഗമുണ്ടെങ്കിൽ പോലും വാസ്തുവിരുദ്ധമായാൽ ജീവിതം ദുരിതഫലമായിരിക്കും. കാര്യം നമുക്ക് കോടാനുകോടി വസ്തുക്കളും എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ ഒരു ടോയ്ലറ്റിൻ്റെ ടാങ്കാണ് നിൽക്കുന്നതെന്ന് വെച്ചോ, ഒരു കാരണവച്ചാലും ആ വീട്ടിൽ ദുരന്തങ്ങളും ദുരിതങ്ങളും അതുപോലെ രോഗാദികളും പിന്തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പരിശോധിച്ചിട്ടുള്ള വീടുകളിൽ വീടിൻ്റെ അകത്ത് ടോയ്ലറ്റിൻ്റെ കുഴിയുണ്ടായിരുന്നു, മലിന ടാങ്ക് ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്ക വീടുകളുടെയും ഉള്ളിലൂടെ പൈപ്പ് ലാഭത്തിന് വേണ്ടി ഈ കക്കൂസിൻ്റെ പൈപ്പ് വീട്ടിൻ്റെ ഉള്ളിലൂടെയാണ് പുറത്തേക്ക് വിടുന്നത്. നമ്മൾ അത് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ്, ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. കാര്യം നമ്മൾ വാസ്തു പോകാൻ ശയിക്കുന്ന ആ ശരീരത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഈ മലിന പൈപ്പും പോയിരിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റ് സംഭവിക്കുമ്പോൾ വാസ്തുദോഷം കൂടെ നമുക്ക് ഉണ്ടാവും. നമ്മളൊരു വിരൽ എങ്ങനെയാണോ തീയിലേക്ക് കാണിക്കുന്നത് അതുപോലെയാണ് തെറ്റ് കൂടുന്നത് അനുസരിച്ച് വാസ്തുദോഷവും അതിൻ്റെ ഫലങ്ങളും കൂടുതൽ നമുക്ക് ഏറി വരും. അത് ശരിയായ വണ്ണം നിർമ്മാണ പ്രക്രിയ നടത്തുകയാണെങ്കിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രാജകൊട്ടാരങ്ങളും അതിനോടനുബന്ധി ഉള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ തച്ചുശാസ്ത്രപ്രകാരം വാസ്തുശാസ്ത്രപ്രകാരം കൃത്യമായ അളവിലും അതിൻ്റെ ദർശനത്തിലും അതിൻ്റെ നിർമ്മാണ രീതിയിലും ഭംഗിയായിട്ട് നിറവേറ്റിയിട്ട് പോകുന്നവർ യുദ്ധത്തിൽ വരെ വിജയിച്ചു വന്നിട്ടുള്ള ചരിത്രമാണ് നമുക്ക് താളുകൾ പരിശോധിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ വിജയത്തിന് വേണ്ടി രാജ്യത്തിനായാലും നമ്മുടെ സംസ്ഥാനത്തിനായാലും ശാസ്ത്രം എന്നുള്ള ഈ മഹാശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല? വൈദ്യശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ആയുർവേദത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, മറ്റ് എല്ലാ ശാസ്ത്രങ്ങളും. അതുപോലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഒരു ശാസ്ത്രം തന്നെയാണ് വാസ്തുശാസ്ത്രം. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും ബൃഹത്തായ ഒരു ശാസ്ത്രമാണ് ഈ തച്ചുശാസ്ത്രം എന്ന് പറയുന്നത്. തച്ചുശാസ്ത്രത്തിൻ്റെ കണക്കുകളും രീതികളും വെച്ചിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളും അമ്പലങ്ങളും സമുച്ചയങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് മെഷർ ചെയ്യാനും കറക്റ്റായിട്ട് കണക്കുകൾ നോക്കാനും പറ്റാത്ത വാസ്തു പണ്ഡിതന്മാരോ ജ്യോതിഷന്മാരോ വളരെ കുറച്ച് പേര് ചെയ്യുന്ന അറിവില്ലായ്മ കൊണ്ടാണ് ഈ പറയുന്ന ശാസ്ത്രത്തിന് പിന്നീട് സ്യൂഡോ സയൻസ് എന്ന ആൾക്കാർ വിളിച്ചു തുടങ്ങി. സോ താങ്കൾ പറഞ്ഞതുപോലെ നല്ല ജ്യോതിഷന്മാരും നല്ല വാസ്തു കൺസൾട്ടന്മാരും ഉണ്ടാകട്ടെ. അവർ റൈറ്റായിട്ട് ഇതിനെ കണ്ടുപിടിക്കട്ടെ, ഓരോ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് കൊടുക്കട്ടെ. ഒരു കഷ്ടപ്പെട്ട് വീട് വെച്ചതിന് ശേഷം വീട് പൊളിച്ചു കളയുക എന്നുള്ളതല്ല, അതിനുവേണ്ടി ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കൊടുക്കട്ടെ, സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യട്ടെ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ വാസ്തുശാസ്ത്രം വഴി മാറട്ടെ. നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.